here we are dealing with the entire derivation of the Planck's radiation law. So for that we can say that consider that all the particles of a black body are oscillating with say frequency nu. At absolute zero we can say all the black body oscillators will be in the lowest energy state. At higher temperatures some of the oscillators will get excited to higher states. At temperature T, that is in equilibrium, the number of oscillators with energy epsilon n can be represented by a Maxwell-Boltzmann function, which is of the form f of e is equal to a into e raised to minus e by kt, where f of e is the fraction of oscillators with energy e. Now we can redefine this equation in terms of population of states, that is n of n is equal to n0 into exponential minus epsilon n by kt. അതായത് നമുക്കറിയാം ബ്ലാക്ക് ബോഡി എന്ന് പറയുന്ന ക്യാവിറ്റിയിൽ we can consider the particles that are oscillating with frequency say nu. At absolute zero, that is at 0 Kelvin, black body oscillators ഏത് സ്റ്റേറ്റിലായിരിക്കും, that will be at the lowest energy state, ഏറ്റവും കുറഞ്ഞ എനർജി സ്റ്റേറ്റിലായിരിക്കും ബ്ലാക്ക് ബോഡി ഓസിലേറ്റേഴ്സ് ഉണ്ടാവുക. അപ്പോൾ അവിടെ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുമ്പോൾ എന്തുണ്ടാവും, സം ഓഫ് ദ ഓസിലേറ്റേഴ്സ് വിൽ ഗെറ്റ് എക്സൈറ്റഡ് ടു ഹയർ സ്റ്റേറ്റ്സ്. കൂടുതൽ എനർജി കിട്ടുന്ന ഓസിലേറ്റേഴ്സ് എന്ത് ചെയ്യും, കൂടുതൽ ഹയർ സ്റ്റേറ്റ്സിലേക്ക് പോകും. അപ്പോൾ അത് ദ നമ്പർ ഓഫ് ഓസിലേറ്റേഴ്സ് വിത്ത് എനർജി എപ്സിലോൺ എൻ, അത് നമ്മളെങ്ങനെ കാണും, അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ സേ ടി. അത് കാണണമെങ്കിൽ നമുക്ക് ഒരു മാക്സ്വൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ വേണം, which is of the form f of e is equal to ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. അതായത് ബോൾട്സ്മാൻ കോൺസ്റ്റൻ്റ് ഒക്കെ വരുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് നമ്മൾ എഴുതുക. എനർജിയും ബോൾട്സ്മാൻ കോൺസ്റ്റൻറ്റും ടെമ്പറേച്ചറും കൂടെ അടങ്ങുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമുക്ക് എഴുതേണ്ടി വരും. വേർ എഫ് ഓഫ് ഇ ഇസ് ദ ഫ്രാക്ഷൻ ഓഫ് ഓസിലേറ്റേഴ്സ് വിത്ത് എനർജി ഇ. അപ്പോൾ ആ ഫ്രാക്ഷനെ ഡിനോട്ട് ചെയ്യുന്ന ഫംഗ്ഷനാണ് എഫ് ഓഫ് ഇ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ പോപ്പുലേഷൻ ഓഫ് സ്റ്റേറ്റ്സിൻ്റെ ടേംസിൽ പറയുകയാണെങ്കിൽ എൻ ഓഫ് എൻ ഈസ് ഈക്വൽ ടു എൻ സീറോ ഇൻറ്റു എക്സ്പോണൻഷ്യൽ, അതേ ഫംഗ്ഷൻ തന്നെയാണ് പോപ്പുലേഷൻ ഓഫ് സ്റ്റേറ്റ്സിൻ്റെ ടേംസിലേക്ക് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എൻ ഓഫ് എൻ ഈസ് ഈക്വൽ ടു എൻ സീറോ ഇൻറ്റു എക്സ്പോണൻഷ്യൽ മൈനസ് എപ്സിലോൺ എൻ ബൈ കെ ടി എന്ന് നമുക്ക് പറയാം. അപ്പോൾ എൻ ഈസ് ഈക്വൽ 0,1, ടി. അത് തന്നെ ഡിനോട്ട് ചെയ്യുന്നത് എൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ്സിനെയാണ് അല്ലേ. എൻ ഓഫ് എൻ ഡിനോട്ട് ചെയ്യുന്ന പോപ്പുലേഷൻ ആണെങ്കിൽ സ്മോൾ എൻ ഡിനോട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്സിനെയാണ്. അപ്പോൾ ആസ് വി നോ, ഹയർ ദ എനർജി സ്റ്റേറ്റ് ലെസ് ലൈക്ലി ഇറ്റ് ഈസ് ടു ബി പോപ്പുലേറ്റഡ് അല്ലേ. എനർജി സ്റ്റേറ്റ് ഹയർ ആവും തോറും അവിടെ ഉണ്ടാകുന്ന പോപ്പുലേഷൻ എങ്ങനെയായിരിക്കും, കുറവായിരിക്കും. ദാറ്റ് ഈസ് വെൻ എൻ ടെൻസ് ടു ഇൻഫിനിറ്റി, എൻ ഓഫ് എൻ ടെൻസ് ടു 0. അപ്പോൾ സ്മോൾ എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ നമുക്ക് എങ്ങനെ എൻ ഓഫ് എൻ എങ്ങനെ പറയാം, 0 എന്ന് പറയാം. അപ്പോൾ വി ക്യാൻ ഓൾസോ സേ ദാറ്റ് ഇൻ ക്ലാസിക്കൽ തിയറി ഓസിലേറ്റേഴ്സ് ഓഫ് ഓൾ എനർജീസ് ആർ എക്സൈറ്റഡ് വിത്ത് ഈക്വൽ പ്രോബിലിറ്റി. ക്ലാസിക്കൽ തിയറി അനുസരിച്ച് എല്ലാ എനർജി സ്റ്റേറ്റിലുള്ള ഓസിലേറ്റേഴ്സ് എന്തായാലും ഒരേപോലെ ആയിരിക്കും എക്സൈറ്റ് ചെയ്യുക. അപ്പോൾ ഡിഫറെൻറ്റ് ഓസിലേറ്റേഴ്സ് വിൽ ബി ഹാവിങ് ഡിഫറെൻറ്റ് എനർജീസ് ആൻഡ് ദേ ഓൾ വിൽ ഗെറ്റ് എക്സൈറ്റഡ് വിത്ത് ഈക്വൽ പ്രോബിലിറ്റി എന്ന് നമുക്ക് പറയാം. ക്ലാസിക്കൽ തിയറി അനുസരിച്ച് എല്ലാത്തിനും ഈക്വൽ പ്രോബിലിറ്റിയാണ് തരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എനർജി സ്റ്റേറ്റിലുള്ള ഓസിലേറ്റേഴ്സിന് കൂടുതൽ എക്സൈറ്റ് ചെയ്യാനുള്ള ഒരു പ്രോബിലിറ്റി അവിടെ ഇല്ല. അപ്പോൾ എല്ലാം ഒരേപോലെ തന്നെയാണ് എക്സൈറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പോൾ അടുത്തത് ഇക്വിപാർട്ടീഷൻ തിയറം നമുക്കൊന്ന് നോക്കാം. ഇറ്റ് സേസ് നൗ ഇൻ തെർമൽ ഇക്വിലിബ്രിയം വി നോ ദാറ്റ് ദ മെയിൻ കൈനറ്റിക് എനർജി ഓഫ് ദ വൺ ഡയമെൻഷണൽ ഓസിലേറ്റർ ഈസ് ഹാഫ് കെ ടി എന്ന് പറയാം. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയും ഹാഫ് കെ ടി തന്നെ ആയിരിക്കും. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ സം ആയിരിക്കും മീൻ എനർജി ഓഫ് എ വൺ ഡയമെൻഷണൽ ഓസിലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ മീൻ എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് കെ ടി പ്ലസ് ഹാഫ് കെ ടി എന്തായിട്ട് മാറും, കെ ടി ആയിട്ട് മാറും. അപ്പോൾ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫണ്ടമെൻ്റൽ റിസൾട്ട് ഫോർ എനി ഓസിലേറ്റർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ ഫിസിക്സ്. അപ്പോൾ നമ്മൾ പ്ലാങ്ക്സ് റേഡിയേഷൻ ലോയുടെ ഡെറിവേഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞത്. അപ്പോൾ ഒരു മാക്സ്വൽ ബോൾട്സ്മാൻ ഫംഗ്ഷനിൽ നിന്നാണ് ആ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻ ടൈംസ് ഓഫ് പോപ്പുലേഷൻ ഓഫ് സ്റ്റേറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും, മാക്സ്വൽ ബോൾട്സ്മാൻ ഫംഗ്ഷൻ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ്സ് എൻ ഓഫ് എൻ ഈസ് ഈക്വൽ ടു n0 ഇൻറ്റു എക്സ്പോണൻഷ്യൽ മൈനസ് എപ്സിലോൺ എൻ ബൈ കെ ടി നമുക്ക് പറയാം. അടുത്ത നമുക്ക് ക്യാവിറ്റി റേഡിയേഷനെ കുറിച്ച് പറയാം. കാരണം ബ്ലാക്ക് ബോഡിയുടെ ക്യാവിറ്റിക്കകത്ത് ഉണ്ടാകുന്ന റേഡിയേഷനാണ് വാസ്തവത്തിൽ എന്ത് ചെയ്യുന്നത്, ഈ പ്രോപ്പർട്ടീസ് കാണിക്കുന്നത്. അപ്പോൾ ക്യാവിറ്റി റേഡിയേഷൻ ഈസ് എ സിസ്റ്റം ഓഫ് സ്റ്റാൻഡിംഗ് വേവ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇൻ്റർഫറൻസ് ഓഫ് ഇലക്ട്രോമാറ്റിക് വേവ്സ് റിഫ്ലക്റ്റഡ് ബിറ്റ്വീൻ ക്യാവിറ്റി വാൾസ്. അപ്പോൾ ക്യാവിറ്റി വാൾസിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഇലക്ട്രോമാറ്റിക് വേവ്സിൻ്റെ ഇൻ്റർഫറൻസ് വഴി ഉണ്ടാകുന്ന സ്റ്റാൻഡിംഗ് വേവ്സ് ആണ് ക്യാവിറ്റി റേഡിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫോർ എ ക്യാവിറ്റി വോളിയം ഓഫ് വി നമുക്ക് എങ്ങനെ അറിയാം, ഡെൽറ്റ എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, 8π v ബൈ ലാംഡ റേസ് ടു 4 ഇൻറ്റു ഡെൽറ്റ ലാംഡ ആയിരിക്കും. അപ്പോൾ ഡെൽറ്റ എൻ എന്ന് പറഞ്ഞാൽ സ്മോൾ ഇൻക്രിമെൻറ്റ് ഓഫ് മോഡ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡെൽറ്റ ലാംഡ മൾട്ടിപ്ലൈഡ് ബൈ 8π v ബൈ ലാംഡ റേസ് ടു 4. അപ്പോൾ നമുക്കറിയാം ഡെൽറ്റ എൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡ റേസ് ടു 4 ആയിരിക്കും. ദാറ്റ് മീൻസ് മോർ മോഡ്സ് പെർ വേവ് ലെങ്ത് ബാൻഡ് ഡെൽറ്റ ലാംഡ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, എവിടെ ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാകുക, ഷോർട്ടർ വേവ് ലെങ്സ് ആയിരിക്കും ദാൻ അറ്റ് ഹയർ വേവ് ലെങ്സ്. ഷോർട്ടർ വേവ് ലെങ്സിലായിരിക്കും കൂടുതലായിട്ട് മോഡ്സ് ഉണ്ടാകുക. അപ്പോൾ when compared to wavelengths at higher
കമ്പയർ ടു മോഡ്സ് അറ്റ് ഹയർ വേവ് ലെങ്സ്. അപ്പോൾ എനർജി കൂടുതലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എവിടെയായിരിക്കും? അറ്റ് ഷോർട്ടർ വേവ് ലെങ്സിലായിരിക്കും. അപ്പോൾ ദ ഇക്വിപാർട്ടീഷൻ തിയറം റിലേറ്റ്സ് ദ ടെമ്പറേച്ചർ ഓഫ് എ സിസ്റ്റം വിത്ത് ഇറ്റ്സ് ആവറേജ് എനർജീസ്. അപ്പോൾ ഇക്വിപാർട്ടീഷൻ തിയറം എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്? ടെമ്പറേച്ചർ ആൻഡ് ആവറേജ് എനർജീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് KT എന്ന് പറയാം. ഇഫ് എനർജീസ് കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ at equipartition we get average of E is equal to KT. That is all modes are having the same energy. അപ്പോൾ എല്ലാ മോഡ്സിലും, അതായത് എല്ലാ ഫ്രീക്വൻസിയിലുള്ള വേവ്സിനും എന്തായിരിക്കും? ഈക്വൽ എനർജി തന്നെ ആയിരിക്കും. പക്ഷേ സ്പെക്ട്രൽ ഡെൻസിറ്റി ഗ്രോസ് ബിയോണ്ട് ബൗണ്ട്സ് ആസ് F ടെൻസ് ടു ഇൻഫിനിറ്റി. F ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? സ്പെക്ട്രൽ ഡെൻസിറ്റി ഗ്രോസ് ബിയോണ്ട് ബൗണ്ട്സ് അല്ലേ? സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ത് ചെയ്യും? ബിയോണ്ട് ബൗണ്ട്സ് ആയിരിക്കും. അതായത് ബിയോണ്ട് ബൗണ്ട്സ് എന്ന് പറഞ്ഞാൽ അറ്റ് ഇൻഫിനിറ്റിയിലേക്ക് പോകും. അത് കാരണം എന്തുകൊണ്ടാണ്? കൂടുതൽ മോഡ്സ് എവിടെ പെർ വേവ് ലെങ്ത് എവിടെ സ്ഥിതി ചെയ്യുന്നത്? അത് ഷോർട്ടർ വേവ് ലെങ്സിലാണ് അല്ലേ? ഹയർ വേവ് ലെങ്സിലല്ല. അപ്പോൾ ഷോർട്ടർ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ടർ വേവ് ലെങ്ത് മീൻസ് ഹയർ ഫ്രീക്വൻസി. അപ്പം അതായത് F ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഹയർ ഫ്രീക്വൻസിയിലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തുണ്ടാവും? സ്പെക്ട്രൽ ഡെൻസിറ്റി ഗ്രോസ് ബിയോണ്ട് ബൗണ്ട്സ്, അല്ലെങ്കിൽ സ്പെക്ട്രൽ ഡെൻസിറ്റി ബ്ലോ അപ്പ് ചെയ്യും. അപ്പോൾ അതാണ് ക്ലാസിക്കൽ തിയറിയുടെ ഒരു പ്രോബ്ലമായിട്ട് നമ്മൾ പറയുന്നത്. നൗ ഇഫ് എനർജി ഈസ് റിലേറ്റഡ് ടു ഫ്രീക്വൻസി വിച്ച് ഇസ് ഡിസ്കണ്ടിന്യൂസ്, അതാണ് നമ്മൾ ക്വാണ്ടം ഹൈപ്പോത്തസിസിൽ പറയുന്നത്. വേർ എനർജി ഈസ് ഡിസ്കണ്ടിന്യൂസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു NH nu. ഇപ്പോൾ NH nu നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, ദാറ്റ് ഈസ് e⁻⁻ എന്ന് പറയുന്ന ബോൾട്സ്മാൻ ഫാക്ടർ എന്നാണ് നമ്മൾ പറയുക എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനെ. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ത് ചെയ്യും? ലീഡ്സ് ടു സപ്രഷൻ ഓഫ് ഹൈ ഫ്രീക്വൻസീസ്. ദാറ്റ് ഈസ് E എന്ന് പറയുന്നത് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇയുടെ സ്ഥാനത്ത് NH nu സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ന്യൂ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ഇത് നെഗറ്റീവായിട്ടുള്ള ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ e⁻⁻ ആണ്. അപ്പോൾ എന്ത് ചെയ്യും? അത് സപ്രസീവ് അല്ലേ? ന്യൂ കൂടുന്നതനുസരിച്ച് ആ നെഗറ്റീവ് ഫംഗ്ഷൻ ആയതുകൊണ്ട് എന്ത് ചെയ്യും? അതിനെ സപ്രസ് ചെയ്യും. ലീഡ്സ് ടു സപ്രഷൻ ഓഫ് ഹയർ ഫ്രീക്വൻസീസ് എന്ന് നമുക്ക് പറയാം. Since the energies of the oscillators are restricted to integral multiples of h nu, the average values of their energies will be different from KT. അപ്പോൾ നമ്മൾ ക്ലാസിക്കൽ തിയറി അനുസരിച്ച് നമുക്ക് എന്താണ് ആവറേജ് എനർജി? KT എന്നാണ് കിട്ടുക. പക്ഷേ നമ്മളിവിടെ ഓസിലേറ്റേഴ്സിൻ്റെ എനർജീസ് അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നത് ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് h nu ആയിട്ടാണ് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് എല്ലാ എനർജി വാല്യൂ ഓസിലേറ്ററിന് എടുക്കാൻ പറ്റത്തില്ല. എന്തേ എടുക്കാൻ പറ്റൂ? ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് h nu എടുക്കാൻ പറ്റൂ. അതായത് NH nu എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതായത് കണ്ടിന്യൂസ് ബാൻഡ് ഓഫ് എനർജീസ് എടുക്കാൻ പറ്റില്ല. പകരം സം ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് h nu മാത്രമേ അതിനെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഈ പ്ലാങ്ക്സ് റേഡിയേഷൻ ലോയുടെ ഡെറിവേഷനിലേക്ക് പോവാണ്. ഫോർ ദാറ്റ് വി കൺസിഡർ N0, N1, N2, N3 are the number of oscillators possessed by a black body. Let 0, E1, 2, E2, 3, E3 are the energies of these oscillators. അപ്പോൾ അതിൻ്റെ എനർജീസിനെ നമുക്ക് ലെറ്റ് 0, E1, 2, E2, 3, E3 നമുക്ക് എഴുതാം. അടുത്ത 4, E4 അങ്ങനെ പോകും. ആർ ദ എനർജീസ് ഓഫ് ദീസ് ഓസിലേറ്റേഴ്സ്. ദെൻ ദ ടോട്ടൽ നമ്പർ ഓഫ് ഓസിലേറ്റേഴ്സ് പ്രസൻറ്റ് ഇൻ എ ബ്ലാക്ക് ബോഡി ഈസ് ഗിവൺ ബൈ N is equal to N0 plus N1 plus N2 plus N3 നമുക്ക് എഴുതാം. അതിൻ്റെ എല്ലാത്തിനെയും കൂടെ സമ്മായിട്ട് നമുക്ക് എഴുതാം. ദ നമ്പർ ഓഫ് ഓസിലേറ്റേഴ്സ് പ്രസൻറ്റ് ഇൻ എ ബ്ലാക്ക് ബോഡി ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം മാക്സ്വെൽ-ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ദ നമ്പർ ഓഫ് ഓസിലേറ്റേഴ്സ് പ്രസൻറ്റ് ഇൻ എ ബ്ലാക്ക് ബോഡി നമുക്ക് എങ്ങനെ എഴുതാം? മാക്സ്വെൽ-ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ വെച്ച് എഴുതാം. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതി അതേ ഫംഗ്ഷൻ വെച്ച് തന്നെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. N is equal to N0 into exponential minus NE/KT എന്ന് എഴുതാം. N is equal to 0, 1, 2, 3 എന്ന് എഴുതാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂസ് ഓഫ് N0, N1, N2, N3 ഇൻ ഇക്വേഷൻ 4.7, അതായത് ഈ ഇക്വേഷനിൽ ഈ വാല്യൂ ഓരോന്നിൻ്റെ വാല്യൂ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈ ഇക്വേഷനിൽ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? N is equal to N0 പ്ലസ് അടുത്ത എന്തായിട്ട് മാറും? N0 into exponential minus E/KT എന്ന് വരും. അടുത്ത എന്തായിട്ട് മാറും? N0 into exponential minus 2E/KT എന്ന് വരും അല്ലേ? എന്നിൻ്റെ വാല്യൂ ആദ്യം 0 ആകുമ്പോൾ എന്തായിട്ട് മാറും? ഹോൾ തിങ് എന്തായിട്ട് N0 ആയിട്ട് മാറും. എന്നിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ അടുത്ത 1 ആകുമ്പോൾ എന്തായിട്ട് മാറും? N0 into exponential minus E/KT ആവും. അടുത്ത 2 ആകുമ്പോൾ N0 into exponential minus 2E/KT ആവും. അടുത്ത 3 ആകുമ്പോൾ N0 into exponential minus 3E/KT ആവും. അങ്ങനെ അങ്ങോട്ട് പോകും. അതിൽ നമുക്ക് എന്ത് പുറത്തേക്ക് എടുക്കാം? N0 നമുക്ക് പുറത്തേക്ക് എടുക്കാം. N0 പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് കിട്ടും? N is equal to N0 into 1 plus exponential minus E/KT plus exponential minus 2E/KT plus exponential minus 3E/KT അങ്ങനെ പോകും. അങ്ങനെ സീരീസ് ആയിട്ട് കിട്ടും. സോ ഇഫ് യു ക്യാൻ ടേക്ക് exponential minus E/KT as x, അതിനെ x ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ how can we write this series? We can write this series as 1 plus x plus x square plus x cube അങ്ങനൊരു ഇൻഫിനിറ്റ്ലി ഗോയിങ് ആയിട്ടുള്ള ഒരു സീരീസ് ആയിട്ട് കിട്ടും. അപ്പോൾ അതിനെ നമുക്ക് ആ സീരീസിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/1 minus x ആയിട്ട് എഴുതാം. സോ ഇഫ് യു റീപ്ലേസ് എക്സ് വിത്ത് എക്സ്പോണൻഷ്യൽ മൈനസ് E/KT അപ്പോൾ എന്തായിട്ട് മാറും? N is equal to N0 പുറത്ത് കിടപ്പുണ്ട്. അപ്പോൾ N is equal to N0 into 1/1 minus exponential minus E/KT എന്ന് നമുക്ക് എഴുതാം. സോ ദാറ്റ് ഈസ് ദ N. നമ്പർ ഓഫ് ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ടോട്ടൽ നമ്പർ ഓഫ് ഓസിലേറ്റേഴ്സ് പ്രസൻറ്റ് ഇൻ എ ബ്ലാക്ക് ബോഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ക്യാപിറ്റൽ N എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് എന്ത് വേണം? എനർജി കാണണം.
ദ ടോട്ടൽ എനർജി ഓഫ് ദ ഓസിലേറ്റർ ഈസ് ഗിവൺ ബൈ, അതാണ് ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഓസിലേറ്റേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതുപോലെ ടോട്ടൽ എനർജി ഓഫ് ദ ഓസിലേറ്ററും കിട്ടണം. അപ്പോൾ ദാറ്റ് ഈസ് ഇ ഈസ് ഈക്വൽ ടു 0 പ്ലസ് E1 പ്ലസ് 2E2 പ്ലസ് 3E3 പ്ലസ് 4E4, അതെല്ലാം എല്ലാത്തിനും കൂടെ സമ്മാണ്. അപ്പോൾ അതും ഇങ്ങനെ സീരീസ് ആയിട്ട് പോവുകയാണ് അല്ലേ എനർജി. അപ്പോൾ ആവറേജ് എനർജി ഓഫ് ദ ഓസിലേറ്റർ കാണാൻ എന്ത് ചെയ്യണം, അതാണ് എപ്സിലോൺ ബാർ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ദ ടോട്ടൽ എനർജി ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓസിലേറ്റേഴ്സ്. ടോട്ടൽ എനർജി ഡിവൈഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് ഓസിലേറ്റേഴ്സ് ആണ് ആവറേജ് എനർജി ഓഫ് ദ ഓസിലേറ്റർ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് E by N. സോ ഫ്രം ദ ആവറേജ് എനർജി വൺ ക്യാൻ റൈറ്റ് En ഈസ് ഈക്വൽ ടു എപ്സിലോൺ NN എന്ന് എഴുതാം അല്ലേ. ഈ എന്നിനെ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇ എന്ന് പറയുന്നത് എന്തായിട്ട് പറയും, N ഇൻറ്റു എപ്സിലോൺ എന്ന് കിട്ടും. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂസ് ഓഫ് എൻ വി ഗെറ്റ് E1 എന്ന് പറയുന്നത് എന്തെന്ന് എഴുതാം, എപ്സിലോൺ ഇൻറ്റു N1 എന്ന് എഴുതാം. അതുപോലെ E2 എപ്സിലോൺ N2 എന്ന് എഴുതാം. അപ്പോൾ E3 ഈസ് ഈക്വൽ ടു എപ്സിലോൺ N3 എന്ന് എഴുതാം, ആൻഡ് സോ ഓൺ. So now we substitute the values of E1, E2 and E3 in equation 4.10. Equation 4.10ലേക്ക് നമ്മൾ എന്ത് ഈ വാല്യൂസ് ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആൻഡ് വി ഗെറ്റ് എന്തെന്ന് കിട്ടും, E is equal to 0 പ്ലസ് എപ്സിലോൺ N0 ഇൻറ്റു എക്സ്പോണൻഷ്യൽ മൈനസ് E by KT. അപ്പോൾ ആദ്യത്തത് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തത് 2 എപ്സിലോൺ N0 ഇൻറ്റു എക്സ്പോണൻഷ്യൽ മൈനസ് 2E by KT. കാരണം ഇവിടെ എന്താണ് 2E2 ആണ് അല്ലേ. 2E2 ആകുമ്പോൾ 2 എപ്സിലോൺ N0 എക്സ്പോണൻഷ്യൽ മൈനസ് 2E by KT ആവും. അതുപോലെ അടുത്തത് എന്താണ് 3E3 ആണ്. അപ്പോൾ 3 എപ്സിലോൺ N0 ഇൻറ്റു എക്സ്പോണൻഷ്യൽ മൈനസ് 3E by KT നമുക്ക് എഴുതാം. അങ്ങനെ സീരീസ് ആയിട്ട് കിട്ടും. അതിൽ നമുക്ക് എന്ത് പുറത്തേക്ക് എടുക്കാം, എപ്സിലോൺ N0 ഇൻറ്റു എക്സ്പോണൻഷ്യൽ മൈനസ് E by KT എന്ന് പറയുന്ന എല്ലാത്തിനകത്തും കോമൺ ആയിട്ട് വരുന്നുണ്ട് അല്ലേ. ഇവിടെ വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് കോമൺ ആയിട്ട് പുറത്തേക്ക് എഴുതാം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം, ഈ വിൽ ബി ഈക്വൽ ടു എപ്സിലോൺ N0 ഇൻറ്റു എക്സ്പോണൻഷ്യൽ മൈനസ് E by KT ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, ആദ്യത്തെ സാധനം 1 ആയിട്ട് പോകും അല്ലേ. 1 പ്ലസ് 2 ഇൻറ്റു എക്സ്പോണൻഷ്യൽ മൈനസ് E by KT, അടുത്തത് 3 എക്സ്പോണൻഷ്യൽ മൈനസ് 2E by KT പ്ലസ് 4 എക്സ്പോണൻഷ്യൽ, അങ്ങനെ പോകും, അങ്ങനെ സീരീസ് ആയിട്ട് പോകും. അപ്പോൾ നമുക്കിതിനെ ഈ സാധനത്തിന് എക്സ്പോണൻഷ്യൽ മൈനസ് E by KT നേരത്തെ പോലെ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, 1 പ്ലസ് 2x പ്ലസ് 3x സ്ക്വയർ പ്ലസ് 4x³ പ്ലസ് 5x4, അങ്ങനെ പോകും, അങ്ങനെ സീരീസ് ആയിട്ട് പോകും. വിച്ച് വിൽ ബി ഈക്വൽ ടു 1/1 മൈനസ് x സ്ക്വയർ എന്ന് എഴുതാം. ആ സീരീസിൻ്റെ അപ്രോക്സിമേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, 1/1 മൈനസ് x സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് പുറത്ത് എപ്സിലോൺ N0 ഇൻറ്റു എക്സ്പോണൻഷ്യൽ മൈനസ് E by KT പുറത്ത് കിടപ്പുണ്ട്. അകത്ത് ഈ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, തിരിച്ച് ഈ എക്സ്പോണൻഷ്യൽ മൈനസ് E by KT സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും, 1 മൈനസ് എക്സ്പോണൻഷ്യൽ മൈനസ് E by KT ഇത് ഹോൾ സ്ക്വയർ എന്നായി മാറും അല്ലേ. ഈ ഫ്രാക്ഷൻ എന്തായിട്ട് മാറും, 1/1 മൈനസ് എക്സ്പോണൻഷ്യൽ മൈനസ് E by KT ഇത് ഹോൾ സ്ക്വയർ ആയിട്ട് വരും. പുറത്ത് കിടക്കുന്ന ഇതും കൂടെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തെന്ന് കിട്ടും, എപ്സിലോൺ N0 ഇൻറ്റു എക്സ്പോണൻഷ്യൽ മൈനസ് E by KT ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ്പോണൻഷ്യൽ മൈനസ് E by KT ഇത് ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഇ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇയും കിട്ടി, നേരത്തെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്നും കിട്ടിയിട്ടുണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് ഓസിലേറ്റേഴ്സും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് E by N നമുക്ക് എടുക്കാം അല്ലേ. E by N എന്ന് പറഞ്ഞാൽ എന്നെ മേളിൽ കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അതാണ് ഇവരിവിടെ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് എപ്സിലോൺ ഈസ് ഈക്വൽ ടു എപ്സിലോൺ N0 ഇൻറ്റു എക്സ്പോണൻഷ്യൽ മൈനസ് E by KT ഹോൾ ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ്പോണൻഷ്യൽ ഇൻറ്റു മൈനസ് E by KT ദ ഹോൾ സ്ക്വയർ ഇൻറ്റു പിന്നെ തിരിച്ചിടുക ഫ്രാക്ഷൻ. അപ്പോൾ 1 മൈനസ് എക്സ്പോണൻഷ്യൽ മൈനസ് E by KT ബൈ N0 എന്ന് നമുക്ക് എഴുതാം. അതിൽ കുറേ സാധനങ്ങളൊക്കെ ക്യാൻസലായി പോകും. അത് N0 ക്യാൻസലായി പോയി. പിന്നെന്തുണ്ട്, ഇവിടെ 1 മൈനസ് എക്സ്പോണൻഷ്യൽ മൈനസ് E by KT ഇവിടെ സ്ക്വയർ അല്ല, ഇവിടെ സ്ക്വയർ ആണ്. അപ്പോൾ അതിൽ ഒന്നുമായിട്ട് ക്യാൻസലായി പോകും. അപ്പോൾ എന്ത് കിട്ടും, മേളിൽ ന്യൂമറേറ്ററിൽ എപ്സിലോൺ ഇൻറ്റു എക്സ്പോണൻഷ്യൽ മൈനസ് E by KT, ഡിനോമിനേറ്ററിൽ 1 മൈനസ് എക്സ്പോണൻഷ്യൽ മൈനസ് E by KT എന്ന് കിട്ടും. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിപ്ലൈങ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ ദ ടേം എക്സ്പോണൻഷ്യൽ മൈനസ് E by KT വെച്ച് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിനെ മൈനസ് ചെയ്യാം. അപ്പോൾ ഇവിടെ മൈനസ് ആണ്, അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവായിട്ടുള്ള എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്ത് കിട്ടും, ഇവിടെ 1 ആയിട്ട് പോകും അല്ലേ. അപ്പോൾ പിന്നെ എപ്സിലോൺ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഡിനോമിനേറ്റർ എന്തായിട്ട് മാറും, ഡിനോമിനേറ്റർ ആദ്യത്തെ ടൈം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, അത് തന്നെയാവും, എക്സ്പോണൻഷ്യൽ E by KT തന്നെ കിട്ടും. രണ്ടാമത്തെ ടൈമോ അത് 1 ആയി പോകും അല്ലേ. രണ്ടാമത്തെ ടൈം മൈനസ് സൈൻ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യും, ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 1 ആയി പോകും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ആവറേജ് എനർജി നമുക്ക് എങ്ങനെ എഴുതാം, എപ്സിലോൺ ബൈ എക്സ്പോണൻഷ്യൽ ഓഫ് E by KT മൈനസ് 1 എന്ന് എഴുതാം. എന്നിട്ട് ഇനി എപ്സിലോണിൻ്റെ വാല്യൂ നമ്മൾ H nu എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുക അല്ലേ. എനർജി എന്ന് പറയുന്നത് എന്താണ്, H nu ആണ്. അപ്പോൾ H nu എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, ആവറേജ് എനർജി ഓഫ് ദ ഓസിലേറ്റർ ഈസ് H nu ബൈ E raised to H nu by KT മൈനസ് 1 എന്ന് നമുക്ക് കിട്ടും. So at thermal equilibrium, the energy density of the radiation inside the cavity will be equal to the energy density of the atomic oscillator situated in the walls of the cavity. അപ്പോൾ thermal equilibrium energy density of the radiation inside the cavity നമുക്ക് എങ്ങനെ എടുക്കാം, equal to the energy density of the atomic oscillator situated in the walls of the cavity എന്ന് എടുക്കാം. It can be shown that the number of oscillators or the number of modes of oscillation, number of oscillators will be same as the number of modes of oscillation. അതിനെ നമുക്ക് എങ്ങനെ എടുക്കാം, കാരണം ഓരോ ഓസിലേറ്ററും എന്താണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫ്രീക്വൻസിയിലാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും നമ്പർ ഓഫ് മോഡ്സും ഉണ്ടാവും അല്ലേ. നമ്പർ ഓഫ് മോഡ് എന്ന് പറയുന്നത് ഇവിടെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ നമ്പർ ഓഫ് മോഡ്സ് ഓഫ് ഓസിലേഷൻ പെർ യൂണിറ്റ് വോളിയം ഓഫ് ഫ്രീക്വൻസി ന്യൂ ആകുമ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം, വിച്ച് ഇസ് കോൾഡ് ദ ജീൻസ് നമ്പർ.
in the frequency range v and v plus d nu. Nu and nu plus d nu എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസി റേഞ്ചിലേക്ക് നമുക്ക് അതിനെ എടുക്കാം. അപ്പം എൻ യു എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം? 8π ന്യൂ സ്ക്വയർ ബൈ സി ക്യൂബ്. അതാണ് ജീൻസ് നമ്പർ എന്ന് നമ്മൾ എടുക്കുക. 8π ന്യൂ സ്ക്വയർ ബൈ സി ക്യൂബ്. ശരിക്കും 8π ന്യൂ സ്ക്വയർ ബൈ സി ക്യൂബ് ഇൻറ്റു ഡി ന്യൂ കൂടെ ഉണ്ട്. ഡി ന്യൂ ഞാൻ എടുത്തിട്ടില്ല, ഇവിടെ നേരിട്ട് അടുത്ത ഇക്വേഷനിൽ ഞാൻ നേരിട്ട് അങ്ങ് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ 8π ന്യൂ സ്ക്വയർ ബൈ സി ക്യൂബ് ഇൻറ്റു ഡി ന്യൂ എന്നാണ് ശരിക്കും എൻ യു എടുക്കുക. അപ്പോൾ മൾട്ടിപ്ലൈങ് ദ ആവറേജ് എനർജി പെർ ഓസിലേറ്റർ. അപ്പോൾ നേരത്തെ കണ്ടുപിടിച്ച ആവറേജ് എനർജി പെർ ഓസിലേറ്ററിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ജീൻസ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദ സ്പെക്ട്രൽ എനർജി ഡെൻസിറ്റി ഓഫ് ദ റേഡിയേഷൻ ഇൻസൈഡ് ദ ക്യാവിറ്റി കിട്ടും. സ്പെക്ട്രൽ എനർജി ഡെൻസിറ്റി ഓഫ് ദ റേഡിയേഷൻ ഇൻസൈഡ് ദ ക്യാവിറ്റി വിച്ച് ഈസ് ഗിവൺ ബൈ ഇ ന്യൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുക്കുക 8π ന്യൂ സ്ക്വയർ ബൈ സി ക്യൂബ് ഇൻറ്റു എച്ച് ന്യൂ ബൈ ഇ റൈസ് ടു എച്ച് ന്യൂ ബൈ കെ ടി മൈനസ് 1 ഇൻറ്റു ഡി ന്യൂ എന്ന് എടുക്കാം അല്ലേ. എന്നിട്ട് നമുക്ക് ഈ ന്യൂവിനെ ഇവിടെ കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? ന്യൂ ക്യൂബ് കിട്ടും. എച്ചിനെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 8π എച്ച് ന്യൂ ക്യൂബ് ബൈ സി ക്യൂബ് എന്ന് കിട്ടും ഇൻറ്റു ഡി ന്യൂ ബൈ ഇ റൈസ് ടു എച്ച് ന്യൂ ബൈ കെ ടി മൈനസ് 1 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഫ്രീക്വൻസിയുടെ ടൈംസിൽ നമ്മൾ പ്ലാങ്ക്സ് റേഡിയേഷൻ ഫോർമുല ഡിസ്ക്രൈബ് ചെയ്താൽ. So this is the Planck's radiation formula. It is also called as the energy distribution function for the radiation inside the cavity. അപ്പോൾ ക്യാവിറ്റിയിലെ എനർജി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പ്ലാങ്ക്സിൻ്റെ മെത്തേഡിൽ നമുക്ക് പറയുമ്പോൾ നമുക്ക് ഇതാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. സോ Planck's law agrees very closely with the observed spectral distribution curves for all values of nu and t. So further it is found to be consistent with Wien's displacement law, that is lambda mt is a constant, Wien's constant, and Stephen's law which is directly proportional to t raised to 4. അപ്പോൾ അത് രണ്ടുമായിട്ട് എന്ത് കൺസിസ്റ്റൻ്റ് ആണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ദിസ് പ്ലാങ്ക്സ് ലോ കൺസിസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ഈ ഫ്രീക്വൻസിയുടെ ടൈംസിലുള്ളതിനെ നമുക്ക് വേവ് ലെങ്തിൻ്റെ ടൈംസിലേക്ക് മാറ്റി എഴുതാം. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുതിയത്. അപ്പോൾ ആ ഇക്വേഷനിലേക്ക് മാറ്റി എഴുതാനായിട്ട് നമുക്കിങ്ങനെ പറയാം, വെൻ ഇഫ് ന്യൂ ഇസ് ഈക്വൽ ടു സി ബൈ ലാംഡ ദെൻ ഡി ന്യൂ എങ്ങനെ എഴുതാം? നമുക്ക് സി ബൈ ലാംഡ സ്ക്വയർ ഇൻറ്റു ഡി ലാംഡ എന്ന് എഴുതാം. സോ ഈ ലാംഡ എന്തായിട്ട് മാറും? അതായത് ഇൻ ടേംസ് ഓഫ് വേവ് ലെങ്ത് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 8π എസ് സി ബൈ ലാംഡ റൈസ് ടു 5 ഇൻറ്റു ഡി ലാംഡ ബൈ ഇ റൈസ് ടു എസ് സി ബൈ ലാംഡ കെ ടി മൈനസ് 1 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇതാണ് അതിൻ്റെ വേവ് ലെങ്തിൻ്റെ ടൈംസിലുള്ള പ്ലാങ്ക്സ് റേഡിയേഷൻ ലോ എന്ന് പറയുന്നത്. പ്ലാങ്ക്സ് ലോ അഗ്രീസ് വെരി ക്ലോസ്ലി വിത്ത് ദ ഒബ്സർവ്ഡ് സ്പെക്ട്രൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്സ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് ലാംഡ ആൻഡ് ടി. എല്ലാ വാല്യൂസ് ഓഫ് വേവ് ലെങ്തിനും അബ്സല്യൂട്ട് ടെമ്പറേച്ചറിനും ഈ പ്ലാങ്ക്സ് ലോ അതായത് എക്സ്പെരിമെൻ്റൽ സ്പെക്ട്രൽ ഡിസ്ട്രിബ്യൂഷൻ കർവുമായിട്ട് വളരെയധികം സാമ്യമുണ്ട്. ആൻഡ് വി ക്യാൻ ഓൾസോ സീ ദാറ്റ് റെഡ്യൂസസ് ടു വീൻസ് ലോ ആസ് ലാംഡ ടെൻസ് ടു 0. അതായത് എച്ച് ന്യൂ ഇസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ കെ ടി എന്ന് പറയുന്ന ലിമിറ്റിൽ, അതാണ് ലാംഡ ടെൻസ് ടു 0 എന്ന് പറയുന്ന ലിമിറ്റിൽ, അഥവാ ഫ്രീക്വൻസി ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന ആ റിജൈമിൽ നമുക്ക് എങ്ങനെ അറിയാം? ഈ പ്ലാങ്ക്സ് ലോ വിൽ ബി റെഡ്യൂസ് ടു വീൻസ് ലോ. അതുപോലെ ഹയർ വേവ് ലെങ്ത് റീജിയനിൽ, അതായത് ലാംഡ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ, അവിടെ റിയലി ജീൻസ് ലോ എന്ന് പറയുന്നത് ആയിട്ട് മാറും. അതായത് ലാംഡ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന റെജൈമിൽ, അതായത് എച്ച് ന്യൂ ഇസ് വെരി മച്ച് ലെസ് ദാൻ കെ ടി എന്ന് പറയുന്ന റെജൈമിൽ നമുക്ക് പ്ലാങ്ക്സ് ലോ വിൽ ബി റെഡ്യൂസ്ഡ് ടു റിയലി ജീൻസ് ലോ. അപ്പോൾ we can say thus Planck's radiation law incorporates all that is valid from the classical theory, and it makes a fundamental departure which ultimately shook the foundations of classical physics എന്ന് നമുക്ക് പറയാം. So Planck postulated a quantized harmonic oscillator model in order to derive a correct formula for black body radiation. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാങ്ക് പോസ്റ്റുലേറ്റ് ചെയ്തിരിക്കുന്നതാണ് സാധാരണ ക്ലാസിക്കൽ ഹാർമോണിക് ഓസിലേറ്റർ അല്ല, പകരം ഒരു ക്വാണ്ടൈസ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ മോഡലാണ് പ്ലാങ്ക് പോസ്റ്റുലേറ്റ് ചെയ്തത്. ഹി ഓൾസോ ടുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി. അതിൽ നിന്ന് ഫസ്റ്റ് സ്റ്റെപ്പ് വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റിയിലേക്കുള്ള ഒരു ആദ്യത്തെ ചവിട്ടുപടി എന്ന് പറയുന്നത് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തതാണ്. മാക്സ് പ്ലാങ്കിനെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഹീസ് എ ജർമ്മൻ ഫിസിസിസ്റ്റ്. അപ്പോൾ അടുത്തതായിട്ട് ഡിഡക്ഷൻ ഓഫ് വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ ഫ്രം പ്ലാങ്ക്സ് ഇക്വേഷൻ. അപ്പോൾ വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ എങ്ങനെ പ്ലാങ്ക്സ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഡിഡ്യൂസ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വീൻസ് ലോ ഏത് റിജൈമിലാണ് വരിക? ലാംഡ ടെൻസ് ടു 0 അല്ലെങ്കിൽ എച്ച് ന്യൂ ഇസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ കെ ടി എന്ന് പറയുന്ന റിജൈമിലാണ് വരിക. അപ്പോൾ ലാംഡ ടെൻസ് ടു 0, അതായത് ഷോർട്ട് വേവ് ലെങ്ത് സ്ഥലങ്ങളിലാണ് വീൻസ് ലോ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഡിഡ്യൂസ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. സോ വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർമുല ഇസ് ആപ്ലിക്കബിൾ ടു ദ ഷോർട്ടർ വേവ് ലെങ്ത് റീജിയൻ. സോ അക്കോർഡിംഗ് ടു പ്ലാങ്ക്സ് ലോ നമ്മൾ വീണ്ടും എഴുതിയിട്ടുണ്ട്. 8 SC by lambda raised to 5 into 1 exponential SC by lambda kt minus 1. അത് നമ്മൾ വീണ്ടും എടുത്ത് എഴുതിയിട്ടുണ്ട്. സോ വെൻ ദ വേവ് ലെങ്ത് ഈസ് വെരി സ്മോൾ, നമുക്ക് എങ്ങനെ പറയാം? വേവ് ലെങ്ത് വളരെ ചെറുതാകുകയാണെങ്കിൽ, അതായത് ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഡിനോമിനേറ്റർ എന്തായിട്ട് മാറും? ഈ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ വളരെ ചെറുതായിട്ട് മാറുകയാണെങ്കിൽ ഇത് വളരെ വലിയൊരു സംഖ്യയായിട്ട് മാറും അല്ലേ? എക്സ്പോണൻഷ്യൽ ഇ റൈസ് ടു SC by lambda kt എന്ന് പറയുന്നത് വെരി മച്ച് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ 1നെ അങ്ങനെ നിഗ്ലക്റ്റ് ചെയ്യാം, പിന്നെ 1ൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ അങ്ങനെ റീറൈറ്റ് ചെയ്യാം. അപ്പോൾ
ഈ ഇവിടെ താഴെ ഡിനോമിനേറ്ററിൽ എന്ത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ? എക്സ്പോണൻഷ്യൽ എസ് സി ബൈ ലാംഡ കെ ടി മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതിനെ നമ്മൾ ന്യൂമറേറ്ററിൽ കൊണ്ടുവരിക, അപ്പോൾ ഒരു മൈനസ് സൈൻ കൂടെ വരും അല്ലേ. അപ്പോൾ ഇസിക്കൽ ടു 8 ബൈ എസ് സി ബൈ ലാംഡ റേസ് ടു 5 ഇൻറ്റു എക്സ്പോണൻഷ്യൽ മൈനസ് എസ് സി ബൈ ലാംഡ കെ ടി എന്ന് വരും. അപ്പോൾ ഇതിനെ ഇനി ക്ലാസിക്കലായിട്ടുള്ള വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ചില സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കണം. അതായത് 8 ബൈ എസ് സിയെ C1 എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റൻറ്റിലേക്ക് അസ്യൂം ചെയ്യുക. 8 ബൈ എസ് സി ഇസ് ഈക്വൽ ടു C1. അതുപോലെ എസ് സി ബൈ കെ C2 എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു കോൺസ്റ്റൻറ്റിലേക്ക് അസ്യൂം ചെയ്യുക. വിച്ച് ക്യാൻ ബി റീറിട്ടൺ ആസ് എങ്ങനെ എഴുതാം? C1 ഇൻറ്റു ലാംഡ റേസ് ടു -5 ഇൻറ്റു എക്സ്പോണൻഷ്യൽ മൈനസ് C2 ബൈ ലാംഡ ടി എന്ന് നമുക്ക് എഴുതാം. ദിസ് ഇസ് ദ വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ. അപ്പോൾ രണ്ട് കോൺസ്റ്റൻറ്റ്സ് അടങ്ങുന്നതാണ് അല്ലേ വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ എന്ന് പറയുന്നത്. ആൻഡ് അതിൽ ലാംഡ റേസ് ടു -5 ഫിഫ്ത്ത് പവർ ഓഫ് ലാംഡയും അതിനകത്തുണ്ടാവും. അപ്പോൾ അതടങ്ങുന്നതാണ് വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ എന്ന് പറയുന്നത്. അപ്പം നമുക്കിങ്ങനെ പ്ലാങ്ക്സ് ഇക്വേഷനെ നമുക്ക് വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ ആയിട്ട് മാറ്റി എഴുതാം. അടുത്തത് ഡിഡക്ഷൻ ഓഫ് റെയ്ലി ജീൻസ് ലോ ഫ്രം പ്ലാങ്ക്സ് ഇക്വേഷൻ. അപ്പോൾ റെയ്ലി ജീൻസ് ലോയെ നമുക്കെങ്ങനെ പ്ലാങ്ക്സ് ഇക്വേഷനിൽ നിന്ന് എഴുതാം എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ ആസ് വി നോ റെയ്ലി ജീൻസ് ലോ ഇസ് ആപ്ലിക്കബിൾ ടു ദ ലോങ്ങർ വേവ് ലെങ്ത് റീജിയൻ ഓഫ് ദ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. ഇപ്പോൾ റെയ്ലി ജീൻസ് ലോ എവിടെയാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? ലോങ്ങർ വേവ് ലെങ്ത് റീജിയനിലാണ്. വീൻസ് ലോ ഷോർട്ടർ വേവ് ലെങ്ത് റീജിയനിലാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതുപോലെ റെയ്ലി ജീൻസ് ലോ ലോങ്ങർ വേവ് ലെങ്ത് സൈഡിലാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ദാറ്റ് ഇസ് വെൻ ദ വേവ് ലെങ്ത് ഈസ് വെരി ഹൈ. വേവ് ലെങ്ത് വളരെ ഹൈ ആകുമ്പോൾ എസ് സി ബൈ ലാംഡ കെ ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. കാരണം ഈ ഡിനോമിനേറ്ററിലെ ലാംഡ എന്താകും? വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഫ്രാക്ഷൻ എന്തായിരിക്കും? വളരെ ചെറുതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ അസ്യൂം ചെയ്യാം? ഇഫ് എക്സ് ഈസ് സ്മോൾ ഇ റേസ് ടു എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 + x + x² / 2 ഫാക്ടോറിയൽ + x³ / 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സിൻ്റെ സീരീസ് ആയിട്ട് എഴുതാം. സിൻസ് എക്സ് ഈസ് സ്മോൾ നെഗ്ലക്റ്റിംഗ് ഹയർ ഓർഡർ ടേംസ്. ഹയർ ഓർഡർ ടേംസ് പിന്നെ എടുക്കേണ്ട കാര്യമില്ല, കാരണം അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പിന്നെയും ചെറുതായിരിക്കും. അപ്പോൾ നമുക്ക് ഹയർ ഓർഡർ ടേംസ് എടുക്കേണ്ട കാര്യമില്ല. 1 + x മാത്രം എടുത്താൽ മതിയാവും. ഇ റേസ് ടു എക്സ് ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ആസ് 1 + x. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് തിരിച്ച് നമ്മുടെ ഈ വാല്യൂ എസ് സി ബൈ ലാംഡ കെ ടി ഇടുകയാണെങ്കിൽ അങ്ങനെ എഴുതാം. എക്സ്പോണൻഷ്യൽ ഓഫ് എസ് സി ബൈ ലാംഡ കെ ടി ഈസ് ഈക്വൽ ടു 1 + എസ് സി ബൈ ലാംഡ കെ ടി എന്ന് എഴുതാം. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ. നമ്മുടെ പ്ലാങ്ക്സ് ലോയിൽ നമ്മൾ ഇവിടെ ഇ റേസ് ടു എസ് സി ബൈ ലാംഡ കെ ടിയുടെ സ്ഥാനത്ത് നമ്മൾ ഈ 1 + എസ് സി ബൈ ലാംഡ കെ ടി കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 8 ബൈ എസ് സി ബൈ ലാംഡ റേസ് ടു 5 ഇൻറ്റു 1/1 + എസ് സി ബൈ ലാംഡ കെ ടി - 1 എന്ന് കിട്ടും. 1ഉം 1ഉം ക്യാൻസലായി പോയാൽ നമുക്ക് എന്ത് കിട്ടും? എസ് സി ബൈ ലാംഡ കെ ടി. അപ്പോൾ ലാംഡ കെ ടി ന്യൂമറേറ്ററിൽ വരും, ലാംഡ കെ ടി ബൈ എസ് സി എന്ന് വരും അല്ലേ. 8 ബൈ എസ് സി ബൈ ലാംഡ റേസ് ടു 5 ഇൻറ്റു ലാംഡ കെ ടി ബൈ എസ് സി എന്ന് കിട്ടും. അപ്പോൾ കുറേ സാധനങ്ങളെല്ലാം ക്യാൻസലായി പോവും. അത് എസ് സി ഇവിടെ ക്യാൻസലായി പോവും. ഒരു ലാംഡയും ക്യാൻസലായി പോകും. അപ്പോൾ ലാംഡ റേസ് ടു 4 ആവും ഡിനോമിനേറ്ററിൽ. ബാക്കിയെല്ലാം അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ 8 ബൈ കെ ടി ബൈ ലാംഡ റേസ് ടു 4 എന്ന് കിട്ടും, വിച്ച് റെപ്രസെൻറ്റ്സ് ദ റെയ്ലി ജീൻസ് ലോ. സോ അപ്പോൾ അടുത്തായിട്ട് ഇനി ക്ലാസിക്കൽ ലിമിറ്റിൽ നമുക്ക് ആവറേജ് എനർജി കെ ടി ആയിട്ട് കൂടെ വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. മറ്റേ സ്പെക്ട്രൽ എനർജി ഡെൻസിറ്റി നമുക്ക് 8 ബൈ കെ ടി ബൈ ലാംഡ റേസ് ടു 4 ആയിട്ട് കിട്ടുന്നുണ്ട്. അതേപോലെ എനർജി കൂടെ വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ക്ലാസിക്കൽ ലിമിറ്റിൽ വെൻ h ടെൻസ് ടു 0 ഡെൽറ്റ ഇ എങ്ങനെ ആയിരിക്കും? ടെൻസ് ടു 0 ആയിരിക്കും അല്ലേ. h ന്യൂ ആണ്. അപ്പോൾ h 0ലേക്ക് ടെൻഡ് ചെയ്താൽ ഈ ഡെൽറ്റ ഇയും 0ലേക്ക് ടെൻഡ് ചെയ്യും. സോ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ ഇവിടെ എഴുതിയത് തന്നെയാണ്. എസ് സി ബൈ ലാംഡ കെ ടി എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? വിച്ച് വിൽ ബി വെരി മച്ച് ലെസ് ദാൻ 1 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്തെന്ന് എഴുതാം? പിന്നെ ഇ റേസ് ടു എക്സിനെ നമുക്ക് ഇതേപോലെ 1 + x ആയിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇ റേസ് ടു എസ് സി ബൈ ലാംഡ കെ ടി -1 നമുക്ക് എങ്ങനെ എഴുതാം? അതായത് ഈ 1നെ നമ്മൾ അപ്പർ സൈഡിൽ കൊണ്ടുപോയാൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ റെയ്ലി ജീൻസ് ലോ പറഞ്ഞപ്പോൾ എക്സ്പോണൻഷ്യൽ എസ് സി ബൈ ഇൻറ്റു കെ ടി ലാംഡ ഈസ് ഈക്വൽ ടു 1 + എസ് സി ബൈ ലാംഡ കെ ടി എന്നാണ് എഴുതിയത്. അപ്പോൾ 1നെ കൂടെ അപ്പർ സൈഡിൽ കൊണ്ടുപോയാൽ അങ്ങനെ എഴുതാം. അപ്പോൾ ഇ റേസ് ടു എസ് സി ബൈ ലാംഡ കെ ടി -1 എന്ന് പറഞ്ഞാൽ എൽ സി ബൈ ലാംഡ കെ ടി എന്ന് കിട്ടും. അത് തന്നെയാണ് അവരിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ സ്ഥാനത്ത് ഈ താഴത്തെ ഡിനോമിനേറ്ററിൻ്റെ സ്ഥാനത്ത് നമുക്ക് എങ്ങനെ എഴുതാം? ഈ എസ് സി ബൈ ലാംഡ കെ ടി എടുത്തങ്ങ് റെപ്രസെൻറ്റ് ചെയ്താൽ മതി അല്ലേ. ദാറ്റ് ഈസ് ദിസ് ഹോൾ തിങ് ഈസ് ഈക്വൽ ടു എസ് സി ബൈ ലാംഡ കെ ടി. ഇ റേസ് ടു എസ് സി ബൈ ലാംഡ കെ ടി -1 വിൽ ബി ഈക്വൽ ടു എസ് സി ബൈ ലാംഡ കെ ടി എന്ന് എനിക്ക് എഴുതാം. അപ്പോൾ ഇതിനെ എടുത്ത് ഡിനോമിനേറ്ററിൻ്റെ സ്ഥാനത്ത് അങ്ങ് എഴുതിയിട്ട് ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും? ഇപ്പോൾ ന്യൂമറേറ്ററിൽ എസ് സി ബൈ ലാംഡ ഉണ്ട്. അപ്പോൾ രണ്ടുമായിട്ട് ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കെ ടി എന്ന് കിട്ടും. യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് കെ ടി. സോ ദ ആവറേജ് എനർജി ഈസ് ഈക്വൽ ടു കെ ടി. ദാറ്റ് ഈസ് ദ ക്ലാസിക്കൽ അക്കോർഡിംഗ് ടു ദ ക്ലാസിക്കൽ തിയറി. ദ ആവറേജ് എനർജി ഈസ് കെ ടി. അപ്പോൾ അത് തന്നെ നമുക്ക് ഇവിടെ തിരിച്ച് പ്ലാങ്ക്സ് ഇക്വേഷൻ വഴിയും കിട്ടുന്നുണ്ട്. only thing is that we have to substitute ആ ക്ലാസിക്കൽ ലിമിറ്റിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് എനർജി കെ ടി ആണെന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്പെക്ട്രൽ എനർജി ഡെൻസിറ്റിയും കിട്ടുന്നുണ്ട്, ആവറേജ് എനർജിയും തിരിച്ച് അതിൻ്റെ ഫോമുകളിൽ കിട്ടുന്നുണ്ട്. സോ സക്സസ് ഓഫ് പ്ലാങ്ക്സ് ഐഡിയ ഇമ്മീഡിയറ്റ്ലി റേസ് എ ക്വസ്റ്റ്യൻ, that is why is it that the oscillators in the walls can only emit and absorb energies in multiples of s nu. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇതിൻ്റെ വാൾസിലുള്ള ഓസിലേറ്റേഴ്സിന് എനർജി ഒന്നിൽ എമിറ്റ് ചെയ്യാൻ അല്ല അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഏതാ? മൾട്ടിപ്പിൾസ് ഓഫ് എസ് ന്യൂവിലേ പറ്റൂ. അതെന്തുകൊണ്ടാണെന്നാണ് അടുത്ത ഒരു ചോദ്യമായിട്ടുണ്ടായത്.
അപ്പോൾ അതിനാണ് ഐൻസ്റ്റീൻ മറുപടി പറഞ്ഞത് ലൈറ്റ് ഈസ് കമ്പോസ് ഓഫ് പാർട്ടിക്കിൾസ് കോൾഡ് ഫോട്ടോൺസ് ആൻഡ് ഈച്ച് ഫോട്ടോൺ ഹാസ് ആൻ എനർജി ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. അപ്പോൾ അതുകൊണ്ടാണ്, അപ്പോൾ അങ്ങനെ ഐൻസ്റ്റീനും കൂടെ ചേർന്നിട്ടാണ് നമുക്ക് ഈ ക്വാണ്ടം ഹൈപ്പോത്തിസിസ് ഡെവലപ്പ് ചെയ്ത് എടുത്തത്. സോ ഐ ഹോപ്പ് ഓൾ ഓഫ് യു have understood this lecture. Thank you.